ദുനിയാവും ആഖിറവും രക്ഷപ്പെടാൻ നമ്മുടെ മുമ്പിലുള്ള ഏക വഴി അത് മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ ഹബ്ബ് വെക്കലാണ്, ഇഷ്ക് വെക്കലാണ്. ആ സ്നേഹം വർദ്ധിക്കാനുള്ള ഒരേ ഒരു മാർഗം അത് സ്വലാത്ത് വർദ്ധിപ്പിക്കലാണ്. അക്സിറൂ മിന സ്വലാത്തി അലയ്യ, നിങ്ങൾ ധാരാളം സ്വലാത്ത് പറഞ്ഞോ, റഹ്മത്തായ തങ്ങളെ മേൽ ധാരാളം സ്വലാത്ത് പറഞ്ഞോ. അസ്വലാത്തു നൂറും ഫിൽ ഖൽബി, സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് വലിയ സമാധാനമാണ്, അവരെ ഹൃദയത്തിൽ വലിയ പ്രകാശമാണ്, അവരെ മുഖത്തും വലിയ പ്രകാശമാണ്. സ്വലാത്ത് ചൊല്ലുന്ന ആളുകൾക്ക് ദോഷം അല്ലാഹു പുറത്തു കൊടുക്കും, അവരെ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തീകരിക്കും, അവരെ ടെൻഷൻ അല്ലാഹു നീക്കിക്കൊടുക്കും, അവരെ കടം അല്ലാഹു വീട്ടിക്കൊടുക്കും. അങ്ങനെ തുടങ്ങി സ്വലാത്ത് ചൊല്ലുന്ന ആളുകളുടെ ഈമാൻ വർദ്ധിക്കുന്നതാണ്, അവരുടെ ഇഖ്ലാസിന് പവർ കിട്ടുന്നതാണ്, അവരുടെ തഖ്വക്ക് പവർ കിട്ടുന്നതാണ്, അവരുടെ വറഅന് സൂക്ഷ്മതക്ക് പവർ കിട്ടുന്നതാണ്. അതിനൊക്കെ പുറമെ അവരുടെ എല്ലാ വിഷയത്തിലും ഇടപെടും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. മരിക്കുന്ന സമയത്തും സക്കറാത്തിന്റെ ടൈമിലും തങ്ങളെ കണ്ട് തബസ്സുമിലായി, പുഞ്ചിരിയിലായി കലിമ ചൊല്ലി പിരിയാനും സ്വലാത്ത് മതിയാകുന്നതാണ്. ഒരു മനുഷ്യന്റെ ശ്വാസമടങ്ങി ഖബറിലെത്തിയാൽ ആ ഖബറാളിയോട് മലായികത്ത് റഹ്മത്തായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണിച്ച് ചോദിക്കും, മാ തഖൂലു ഫീ ഹാദർ റജുൽ, ഇവരെ നിങ്ങൾക്കറിയോ, പരിചയമുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ സ്വലാത്ത് വർദ്ധിപ്പിച്ച തങ്ങളെ മുഹബ്ബിന് വലിയ സന്തോഷമാണ്. തങ്ങളെ കാണുമ്പോൾ വലിയ ആദരവോടെ താഴ്മയോടെ മറുപടി മലായികത്തിന് കൊടുക്കുന്നു, ഹാദാ മുഹമ്മദുർ റസൂലുള്ളാഹ്, ഇതെന്റെ നേതാവായ തങ്ങളാണ്. ചുരുക്കി പറഞ്ഞാൽ ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയാ വഹമ്മുൽ ആഖിറ, നിങ്ങളെ ദുനിയാവിലെ ആഖിറത്തിലെ സർവ്വ പ്രശ്നങ്ങൾക്കും പരിഹാരമായി നിങ്ങൾക്ക് സ്വലാത്ത് മതി. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി.